ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ അടുത്ത വ്ളോഗ് തുടങ്ങുകയാണ്. ഇന്നത്തെ വ്ളോഗ് കളി വ്ളോഗാണ്. അതെ, ആ കളിയല്ല, ഫുട്ബോൾ കളി. നമ്മൾ ഇനി വേണമെങ്കിൽ ഷട്ടിലോ ബാസ്കറ്റ് ബോളോ എന്തിലേക്ക് വേണമെങ്കിലും നീങ്ങാം. പക്ഷെ ഞങ്ങൾക്ക് ഫുട്ബോൾ അങ്ങനെയൊക്കെ കളിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ട്, എനിക്കല്ല കൂടെ ഉള്ളവർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഫുട്ബോളിൽ തന്നെയാണ് ഒതുങ്ങുന്നത്. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ അടുത്ത കളികളിലേക്ക് മാറുന്നതായിരിക്കും. ഇന്ന് ഞങ്ങൾ വൈകി, നല്ല രീതിയിൽ വൈകി. പിന്നെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ കളിയിൽ ഒരുത്തരും കൂടി ഉണ്ടായിരുന്നില്ല, മൂന്നാമതായി ഒരു മലയാളി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരുത്തൻ്റെ കൂടി ഉണ്ട്, ഇതേ കിടക്കണം. മറ്റവൻ അതല്ലാതെ ഉള്ള ഒരുത്തൻ ആണെങ്കിൽ എവിടെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ പരിപാടിക്ക് ജോലിക്ക് പോയി. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞാറുള്ള പോലെ എൻ്റെ സൗകര്യത്തിന് ബാക്കിയുള്ളവരുണ്ടാവില്ല, അവരുടെ സൗകര്യത്തിന് ഞാനുണ്ടാവില്ല. ഇന്ന് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് വേറൊരു ഗ്രൗണ്ടിലാണ്. ദേ ഈ ഗ്രൗണ്ട്, ഇത് ഓപ്പൺ ഗ്രൗണ്ടാണ്. സമ്മറായാൽ നമ്മൾ ഓപ്പൺ ഗ്രൗണ്ടിൽ കളിക്കണം. ഞാൻ ഓൾറെഡി അരമണിക്കൂർ ഡിലേഡാണ്. ഇവിടെ എപ്പോഴും കളി തുടങ്ങാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? പമ്പ് ഞങ്ങളുടെ കയ്യിൽ. പമ്പ് കിട്ടിയാലേ ഞങ്ങൾ കളിക്കൂ. പമ്പ് കിട്ടി, അതായത് അവൻ്റെ കയ്യിലുണ്ട് പമ്പ്. റോബി പമ്പ് കാണിച്ചാണ് ഇവിടുത്തെ കിടിലൻ പമ്പ്. ഹലോ സാർ, വെൽക്കം ടു യു. ഇതാണ് ഞങ്ങളുടെ പമ്പ്. ഞാൻ പമ്പ് കൊടുക്കട്ടെ, എന്നിട്ടാണ് കളി തുടങ്ങുള്ളൂ. കഴിഞ്ഞ ആഴ്ചയുള്ള ഞാൻ അന്ന് കളിച്ചവന്മാരൊക്കെ തന്നെയാണ് ഇന്നും ഉള്ളത്. കഴിഞ്ഞ ആഴ്ച കളിച്ചു, പക്ഷെ എനിക്ക് കളിക്കാൻ വരാൻ പറ്റിയില്ല. Did you see the last video? Did someone see the video? Did you see the video? You saw the video, right? Did you like it? Today we'll make it better. ഇവിടെ കളി തുടങ്ങി ആശാനൊക്കെ. ഇവിടെ ഒരു ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. You can show. കോമർ സെറ്റ് ആവട്ടെ, ഞങ്ങൾ കളി തുടങ്ങട്ടെ. ഞാനൊന്ന് പോയി ഒന്ന് ഓടട്ടെ. വാമപ്പ് ചെയ്യാൻ അധികം സമയമില്ല, പക്ഷേ എല്ലും നെട്ടും ബോൾട്ടൊക്കെ ഒന്ന് ലൂസാക്കട്ടെ. കാരണം അന്ന് കളിച്ചിട്ട് ഇന്നാണ് ഞാൻ ഇറങ്ങണത്. അപ്പോൾ ഇറങ്ങട്ടെ, ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ എന്താവും നോക്കട്ടെ. കഴിഞ്ഞ ദിവസത്തേനേക്കാളും കുറച്ചും കൂടി ചെറിയ ഗ്രൗണ്ട്. ഇന്നിപ്പോൾ 3, 4, 5, 6, 7, 8, 9, 3, 10 ആൾക്കാരുണ്ട്. 10 ആൾക്കാർ മതിയോ? ഓക്കെ, അപ്പോൾ ശരി. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടം കൂടിയിരുന്നൊരു സംസാരം, ആൾക്കാരുടെ എണ്ണം കുറവുണ്ടെങ്കിൽ കൂട്ടുകാരെ മുഴുവൻ വിളിക്കൽ. അങ്ങനെ അവസാനം ഒരു പണി വന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും അവസാനം വരെ വീഡിയോ ആണ്, കാര്യം മനസ്സിലായിക്കോളും. കളിക്കാണ്ടിരുന്നിട്ടേ വാമപ്പ് ചെയ്യാണ്ട് ഇറങ്ങിയിട്ടേ എൻ്റെ കാലിൻ്റെ ഈ ഒരു ഭാഗം ടൈറ്റായിട്ടേ ഓടാനും പറ്റില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാൻ എൻ്റെ കൂട്ടത്തിൽ ഗോളിയിൽ നിൽക്കാമെന്ന്. കൂട്ടത്തിൽ പരിപ്പുളകി. ഞങ്ങൾ ടീം ഉടച്ചു. ശക്തന്മാരൊക്കെ ഒരു ടീമിൽ വന്ന് ഞങ്ങളെ പോലത്തെ പാവങ്ങൾ, അതായത് തിന്ന് പിടിച്ച് കിടക്കണം ഞങ്ങളൊക്കെ വേറെ ടീമിൽ വന്ന്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ടീം ഉടച്ചു. Why did we break the team? Oh, I don't know. You don't know? No. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. ഹലോ സർ, why did we break the team? What? Why did we break the team and made new team now? I don't know, man. Okay. Sir, why did we break the team and why are we starting again? Because new teammates have come and like we need to equalize the team, Is right? it because of strong team, small team, Yes. something like that? Yes. അതെ, അത് തന്നെയാണ് കാരണം. എന്തായാലേ എന്തെങ്കിലും ആവട്ടെ, ഞങ്ങൾ പിന്നെയും കളി തുടങ്ങാൻ പോവാ. പകുതി ആൾക്കാരൊക്കെ ചത്ത്, ഇത്ര ഓടി ഇതും വെറുതെ അടിച്ചതൊക്കെ വെറുതെ. കളി ഇപ്പോൾ കുറേ നേരം നടക്കുന്നു. കഴിഞ്ഞ ഒരു 1/4 മണിക്കൂറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത സെറ്റ് ആൾക്കാർ വന്നു, 5 ആൾക്കാരും കൂടി വന്നു. ഇപ്പം ഞങ്ങൾ മൊത്തം 3, 4, 5, 6, 7, 8, 9, 10, 20 ആൾക്കാരുടെ അടുത്തായി. പിന്നെയും കളി നിർത്തി. ഇനിയും ടീം പൊട്ടിച്ച് പിന്നെയും തുടങ്ങാൻ പോവാണ്. അയ്യോ, എന്നെ കൊണ്ട് വയ്യ. ഈ ടീം പൊട്ടിച്ച് തുടങ്ങി എവിടെ പിന്നെയും കളി തുടങ്ങി, പിന്നെയും കളിക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരെ, ഒരു കുഞ്ഞു ഗ്രൗണ്ടും 10-25 ആൾക്കാരും. നല്ല രസം ഉണ്ടാകാം മൊത്തത്തിൽ. എന്താവുന്ന ആർക്കറിയാം. എനിക്ക് ഇപ്പം തന്നെ എൻ്റെ ടീമിലുള്ളവരെ അറിയാൻ പാടില്ല. കാരണം നമ്മൾ ആദ്യം ഒരു ടീം ഇട്ടു പൊട്ടിച്ചു, അടുത്ത ടീം ഇട്ടു പൊട്ടിച്ചു, മൂന്നാമത്തെ ടീം ഇട്ട് തുടങ്ങാൻ പോട്. കൊള്ളാം. അവസാനം അങ്ങനെ കളി തുടങ്ങി. ഒരു ലോഡ് ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ കയറ്റി ഇരുത്തി. എന്നിട്ടും ഗ്രൗണ്ട് നിറച്ച ആൾക്കാരായിരുന്നു. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. എല്ലാവരും ഓടി ക്ഷീണിച്ചു, ഒരു പരിവായി. അങ്ങനെയാണല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ലക്ഷ്യം നമ്മൾ പൂർത്തീകരിച്ചു. പന്ത് തൊട്ടോ തൊടാത്തതൊക്കെയോ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ലക്ഷറിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അടി കിട്ടിയാൽ നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. കാരണം ഇങ്ങനെ വരാൻ പാടില്ലല്ലോ. ഈശോ, ഔട്ട്. കളി കഴിഞ്ഞു. ഞങ്ങളൊക്കെ പോവാ. അടുത്ത ടീമെത്തി. ഞങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിവിടെ നിന്ന് പോകുന്നു. ഓവർ. How was the play? No, it was good. Perfect. Oh, sorry. Yeah. How was the play? Good. Not bad. How was the play?
Super. Are you dead? Huh? Yeah, no. Yeah, we need matches of such. Oh, sorry, I'm coming to. Sorry. How was the play? It was good. We won. Scoreline was We won. Shoo. 5-1, How was the play? Where is our McDonald's? Yeah. You lost. We won. How was the play, Demon? It was very good, very good. We meet new guys. We have new But we teammates. won. Bye. How was the play, Amir? How was the play? Shit, harsh the shit. How was the play? Bro, it was lovely, but we lost. We won. We should say we won. How was the play, man? We won the match. Yes, exactly. ഒക്കെ ചത്ത് മരവിച്ച് ഒരു പരുവത്തിലായി. പക്ഷേ ഇന്നെന്താ പറ്റിയെന്ന് വെച്ചാൽ 3-4 പ്രാവശ്യമാണ് ഞങ്ങൾ ടീം അടിച്ച് പുതിയ ടീം ഇട്ടെ. എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെയായാലും കളിച്ച് തീർത്ത് ഉണക്കം ഇവിടെ പടയിട്ട് കിടക്കണു. പക്ഷേ 5 മിനിറ്റിൽ ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങണം. കാരണം എന്തേ ട്രെയിനിങ് കണ്ടുപിടുത്തത് കുഞ്ഞി കോർട്ടൊന്നും നടുക്കിട്ട് ചില സമയത്ത് ഇവന്മാർ ചട്ടകളാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. റോബി എങ്ങനെയുണ്ട് എടാ? കുഴപ്പമില്ല. 2 വാക്ക് പറ. നന്നായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കളിയുടെ വിശേഷം? 12 തൊട്ടാ തൊട്ടു കുറച്ചൊക്കെ. എന്താ കാണിക്കണേ? എടാ ബൂട്ട് നീ ഇങ്ങനെ ഇത് കയ്യിലല്ലേ പിടിക്ക്. അത് സോറിടാ. അപ്പോൾ അവൻ ബൂട്ട് വരട്ടെ. എൻ്റെ ബൂട്ട് വരുന്ന വഴിയിലാണ്, എത്തിയിട്ടില്ല. ഈ അടുത്ത് തന്നെ എത്തുമായിരിക്കും. ഇന്നത്തെ കളി കളറായോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ടീമിനെ പരിചയപ്പെടും, 5 രൂപ ടീം നമ്മുടെ എതിർകക്ഷിയാവും. അതായിരുന്നു ഇന്നത്തെ അവസ്ഥ. ഓ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും വസ്ത്രം മാറുന്നു. എനിക്ക് വേറെ പരിപാടി എന്ന് പറയുന്നത് റോബി പറഞ്ഞ പോലെ ഇരിക്കാം. അമ്മേ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ റോബി? എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ? ഇനി എന്താ പരിപാടി? പോയിട്ട് കിടന്നുറങ്ങണം. പറഞ്ഞിട്ട് തീസ് എഴുതണം. ബിബിയെ കുറിച്ച് നിനക്ക് പറയാൻ താല്പര്യമുണ്ടോ? ഇവൻ ബിബിയാണ്, പക്ഷെ ഇവന് താല്പര്യമില്ല. അത് ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിനെ ആരെങ്കിലും സെറ്റാക്കി തന്നാൽ നമ്മൾ അവരെ വെച്ച് വീഡിയോ എടുക്കും. അത്രയല്ലേ ഉള്ളൂ റോബി. ഇവിടെ കാശ് ഉറക്കണോ ഇല്ലയോ നമ്മൾ നോക്കട്ടെ. കാശ് ഉറക്കണമെങ്കിൽ ഞാൻ മുങ്ങും, കാരണം എൻ്റെ കയ്യിൽ കാശില്ല. കളി നൈസായിരുന്നു എന്തൊക്കെയായാലും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓവർ ഞാൻ ഇന്നത്തെ കളി അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ബെസ്റ്റ് പ്ലെയറായിട്ട് ഞാൻ കാണുന്ന വ്യക്തി നടന്നു പോകുന്നവൻ. അവനും ദിവനും രണ്ടുപേരും ഒടുക്കത്തെ കളിയായിരുന്നു. നമ്മളൊക്കെ പഴം. ഞാൻ എങ്ങനെ ഉണ്ടായിടാ കളിച്ചത്? നീ പറ, എങ്ങനെയുണ്ടായി? പന്ത് വരുന്നു, നീ തൊഴിക്കുന്നു, അത്രേ ഉള്ളൂ. എന്താടാ ഒരു ഗോളൊക്കെ അടിച്ചില്ലേ? ഒന്നാ അതിലും കൊള്ളടിച്ച് പോടർക്കാ. അറിയാണ്ടല്ലേ അത് ഗോൾ കീപ്പർ ഫോക്കസ്ഡ് ആയിട്ട് കളിച്ചുകൊണ്ട് കീപ്പർ പൊട്ടനായോണ്ട്. എന്തായാലും ആവട്ടെ, ഞാൻ ജയിച്ചു, ഞങ്ങളുടെ ടീം ജയിച്ചു. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്, സീ യു. Excuse me. Now I would like to have a serious review of today's match. I'm so bad review. But still, how was it? Did you play really well or did you? It was good, but everyone came a bit late, so How many times did we break the team and made new? 3-4 times, I guess. Like At the last, I didn't even know who was my teammates. yeah, that's true. Because when we started, it was 9 player, and then Everyone gone already. Okay, your chance done. Dima, how was the play? Review. I already said we meet 4 new guys. Closer, I cut. We meet new Ahmed. Ahmed stay home. We change Ahmed to where's this guy? This guy it's our new Ahmed, new goalkeeper. Very professional player, and I think we'll get contact with these guys. And Okay, bye. We'll be playing. Next one. How was it? Good, bro. It was good, man. Okay, thank you. Do you want to say review? You have to come down. Oh, I need to come down. What should Not I there. bend over. How was the review? Come, friend. Okay, how was the work? It was a very good game. Like we enjoyed. We don't care about the goal because we lost, but we enjoyed. The main With thing is we huge enjoyed. margin. Yeah. Enjoyed. Okay. എൻ്റെ ഉമ്മ എൻ്റെ തണ്ടല് ഒടിഞ്ഞ് അതാണ് കിടന്ന ഇഴയാണ് ഇവിടെ കിടന്നിട്ട്. ഇനി ആരാ ബാക്കിയുള്ള ഇവരോടും കൂടി ചോദിക്കാം. About the match? Yeah. It was a very Review. crazy match. And like, And you are the best player. thank you. The top goal scorer. Okay, but I only scored 1 and our opponent scored 5. Okay, and this is the like Second best player. second best player of the match. Our team best player. Who misses a clear chance. I missed a lot, but yeah, But we won. It's fine. we won. The Lukaku. ഗ്രൗണ്ടിൽ നിന്നും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സഖാക്കളെ. എല്ലാവരും കോസ്റ്റ്യൂമിലേക്ക് കയറി. പക്ഷേ ഞാൻ വന്നപ്പോൾ ഇട്ട ഡ്രസ്സിലിട്ടിട്ടാണ് തിരിച്ചു പോണേ.
ആകെ ചത്ത് പരിപ്പളകി എല്ലാത്തിൻ്റെയും നിൽക്കണ നോക്കിയേ ഒക്കെ ചത്ത് തവിട് പൊടിയായിട്ടാണ് നേക്കണേ ഒരുത്ത കഴുത്ത് എടുക്കണമെന്നും പറഞ്ഞിട്ട് മുഖം കാണിക്കരുത് പറഞ്ഞേക്കണേ അതിൻ്റെ മുഖം കാണിക്കണില്ല. ഞങ്ങളെല്ലാവരും കൂടി പോവാം. ഇവിടെ കുറച്ച് പേര് അവിടെ കുറച്ച് പേര് അപ്പുറത്ത് കുറച്ച് പേര് റോഡ് ക്രോസ് ചെയ്യുക പോവാ. ഒച്ചയും ബഹളം ഉണ്ടാവും എനിക്കറിയാം, പക്ഷേ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അതുകൊണ്ട് ഞാൻ പിന്നെ ഓണാക്കിയെന്നുള്ളൂ. കളി കഴിഞ്ഞപ്പോൾ നേരെ നിൽക്കാൻ വയ്യ, കാരണം ഭക്ഷണം കഴിച്ചത് കാലത്താണ്. നമ്മുടെ ഇന്നലത്തെ പോർക്കിറച്ചി വരത്തില്ലേ അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കബാബ് ബോക്സ് അടിക്കാമെന്ന്. ഞാനും ഈ കബാബ് ബോക്സ് അടിക്കുന്ന വ്യക്തിയും കൂടിയാണ് അടിക്കുന്നത് എന്തായാലേ. അപ്പോൾ കബാബ് അടിക്കട്ടെ, കാരണം കളി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബോധം പോയി തുടങ്ങും. എൻ്റെ മുഖത്ത് എഴുതി വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബോധം പോയി തുടങ്ങി നല്ല രീതിയിൽ. അപ്പോൾ കഴിക്കട്ടെ. ഞാനൊരു ഫ്രഞ്ച് ഫ്രൈ കഴിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം, ബാക്കി ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. ഫ്രഷ് അപ്പോൾ നോക്കാൻ കഴിച്ചു കൊടുക്കണം. ഇത്രയൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് പറയാൻ ഉള്ളൂ. ഇച്ചിരി ഉപ്പ് കൂടുതലാണ്. കോപ്പ് ഉരുളക്കിഴങ്ങ് ഒഗോറക് എന്ന് പറയുന്ന കുക്കുംബറുണ്ട്. അപ്പോൾ ഇന്ന് കളിക്കാൻ വന്ന ഒരുത്തരും പ്രൊഫഷണൽസ് അല്ല, നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുന്നു എന്ന് മാത്രം. നമ്മൾ ഈ പല പ്രാവശ്യം ടീം ഉടച്ചും തിരിച്ചും മറിച്ചൊക്കെ കളിച്ചല്ലോ, നമ്മളൊക്കെ ചങ്ങായിമാരാണ്. കുറേ ആൾക്കാർ ഒരു ടീമിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പൊട്ടിച്ച് ഇപ്പുറത്ത് ഇടും, ഇപ്പുറത്ത് കുറേ ആൾക്കാരെ കണ്ട് പൊട്ടിച്ച് അപ്പുറത്ത് ഇടും. വെറുതെ പന്ത് തട്ടണം, നമ്മുടെ ദേഹമൊക്കെ ഒന്ന് അനങ്ങണം, അതാണ് നമ്മുടെ മൈൻഡ്. അതല്ലാതെ നമ്മളേ ജയിക്കാവൂ അവരെ ജയിക്കാവൂ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാവരും വേർക്കണം, എല്ലാവരും ചാവണം, അതാണ് നമ്മുടെ മൈൻഡ്. ഒരു കാര്യം നമ്മളെ പിടിപ്പിച്ചളഞ്ഞ്. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. ഇതും കൂടി പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ, നമ്മൾ ടീം ഉടച്ചത് എന്തിനാണെന്നുള്ളൊരു മൈൻഡ് ആർക്കെങ്കിലൊക്കെ വന്നാലോ. അപ്പോൾ അതാണ് കാരണം, നമുക്ക് എല്ലാവർക്കും കളിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ടീം സെറ്റ് ചെയ്ത് കളിക്കുന്നു. ഇന്ന ടീമിൻ്റെ കൂടെ കളിക്കാവൂ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട്ലി കളി. ഇതന്നെ നമ്മുടെ മൈൻഡ്.